ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്കെന്താ ഗോൾഡ് അതുപോലെയുള്ള ബാക്കിയുള്ള കുറച്ച് മെയിൻ കറൻസി പെയറിൽ ലിക്വിഡിറ്റി ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എപ്പോഴത്തേയും പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ലെവൽസ് തന്നെ ഫസ്റ്റ് നോക്കാം. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റും പിന്നെ ഈ പ്രീമിയത്തിലെ സെൽസോണും. പിന്നീട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്ന് നേരെ ഈ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പിന്നെ റിവേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ഇവിടെ സംഭവിച്ച രണ്ട് കാര്യമുണ്ട്. ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു മൈനർ BOS കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ട്രെൻഡ് ഈ ഹൈനും കൂടെ ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ്, ഇതും ഒരു മൈനർ BOS ആയിട്ട് തന്നെയാണ് ബൈയിലേക്ക് വരുന്നത്. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഓവറോൾ ട്രെൻഡ് സെല്ലിലേക്കാണ്. അതുപോലെ തന്നെ മൈനർ ട്രെൻഡ് എന്ന രീതിയിൽ രണ്ട് തവണ തന്നെ ബൈയിലേക്കും ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞ പോലെ 4 ഹവറിൽ ലിക്വിഡിറ്റി എടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ പ്രീമിയത്തിലേക്ക് വരുമ്പോൾ സെല്ലർ വരുന്നുണ്ട്, ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ ബയ്യർ കൂടുന്നു, സ്ട്രോങ് ആവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ കറക്റ്റായിട്ടൊന്ന് മോർണിംഗ് തന്നെ ഹൈനും ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലെവൽസും കൊടുത്തിട്ട് ഞാൻ ഇന്നലെ അഗ്രസീവായിട്ട് ട്രേഡോ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, മാർക്കറ്റ് ഒരു സുഖമില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ അല്ല, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മൈനർ ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബൈയിലേക്കുള്ള ട്രെൻഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി, ഇവിടെ നിന്നൊരു എൻട്രിയാണ് വന്നിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഡിസ്കൗണ്ട് ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു 4 ഹവറിൽ ഇക്വിറ്റി എടുത്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ ലോയിലാണ്. അപ്പോൾ ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നപ്പോൾ ഇവിടുന്ന് ബയ്യർ പുഷ് ചെയ്യുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. പ്രീമിയത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സെല്ലർ തന്നെയാണ് സ്ട്രോങ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിലെ മൈനർ ചോച്ച് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ല, ബൈയിലേക്ക് ഇപ്പോൾ ഓവറോൾ ട്രെൻഡ് സെല്ലിലേക്കാണ്. ഇപ്പോൾ ബൈയിലേക്ക് വന്ന മൈനർ ചോച്ചും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് സെല്ലിലേക്ക് പോകാൻ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷമുള്ള ലിക്വിഡിറ്റി ഏരിയകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് തന്നെ എടുക്കാം. ഇതൊരു മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ് കേട്ടോ. ഓക്കെ അല്ല, ഇതൊരു മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു മൈനർ ചോച്ചായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ അല്ല, സെല്ലിലേക്കുള്ളൊരു മൈനർ ചോച്ചായിട്ട് കൊടുക്കുക. ഈ ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഇവിടുത്തെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് സെല്ലിംഗ് സോണിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് പിന്നെന്താണ് ലോയിനെ ബ്രേക്ക് ചെയ്തത്. ഓക്കെ അല്ലേ, ഇതൊരു മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത്. അപ്പോൾ എന്താണ്, മൈനർ BOS നമുക്ക് ഇതിനുള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സെല്ലിലേക്കുള്ള അടുത്തൊരു ട്രെൻഡും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈയിലേക്കുള്ള ചോയ്സും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സാധ്യതകൾ ഇതിനകത്ത് കൂടുതൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇതിന് ശേഷം ഈ ഒരു ലിക്വിഡിറ്റിയിലേക്കോ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നിട്ട് സെല്ലിലേക്ക് പോകാനാണ് കുറച്ചും കൂടെ സാധ്യതകൾ കാണുന്നത് കേട്ടോ. ഇതിന് ശേഷം മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു മേജറിലോ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലൊക്കെ നമുക്ക് സെല്ലിലേക്കുള്ള ട്രെൻഡ് വീണ്ടും കൺഫേം ആവും. അങ്ങനെയാണ് പിന്നെ ഇതിനകത്തുള്ള ഈ മേജർ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കാം. പിന്നെ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നുള്ളൂ. ഈ ഒരു ഹൈ പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ വീണ്ടും സെല്ലിലേക്ക് തന്നെ നമുക്ക് നോക്കി പോകാനായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇത്രയും സാധ്യതയാണ് ഈ ഒരു ട്രെൻഡിലുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്നൊരു മൈനർ ട്രെൻഡ് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് പോയി മൈനർ ചോച്ച് ബ്രേക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെല്ലിലേക്ക് പോകാൻ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഓക്കെ അല്ല, ഇതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ വരുവാണെങ്കിലും കുഴപ്പമില്ല. ഇനി ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഹൈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആവും കേട്ടോ. ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഹൈ ഇൻഡ്യൂസ്മെൻ്റ് ആവും. ഇതൊക്കെ ഇൻഡ്യൂസ്മെൻ്റ് ആവും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഈ സെല്ലിംഗ് സോണിലൊക്കെ നമുക്ക് ട്രേഡ് നോക്കാം. ലോയിന് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് മുകളിലോട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്, ഇത് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്, അത്രത്തോളം അഗ്രസീവായി നോക്കണമെന്നില്ല. എന്നാൽ നമുക്ക് ഇതിനകത്തേക്ക് വരുവാണെങ്കിലും ട്രേഡ് നോക്കാം. ഇത് കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട്. ഓക്കെ അല്ല, അപ്പോൾ ഇത്രയും ലെവൽസാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ കാര്യത്തിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള കറൻസി പെയറുകളോടെ നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ്, USD JPY തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ലെവലായിരുന്നു ഒന്ന് ഇത്. ഓക്കെ അല്ലേ, ഇത് നോക്കുകയാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി അതുപോലെ തന്നെ ലോയിൽ 2 ലിക്വിഡിറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഒരു കൺഫർമേഷൻ നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ അല്ലേ, എന്നാലും അത്യാവശ്യം നല്ലൊരു ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ ഇത് കറക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് GBP AUDയിലായിരുന്നു വേറൊരു ട്രെയിനിൻ്റെ സാധ്യത പറഞ്ഞപ്പോൾ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ ആ ടൈമിൽ. ഇത് നല്ലൊരു എൻട്രി ആയിരുന്നു കാരണം കറക്റ്റ് ആ ലോയിലേക്ക് വന്നു. അതിനുശേഷം നമ്മൾ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ബൈയിലേക്ക് മുകളിലോട്ട് പോയി. ഫസ്റ്റിനകത്ത് കിട്ടിയിട്ടില്ല, സെക്കൻഡ് എൻട്രിയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കറക്റ്റായിട്ട് തന്നെ അത് ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ലിക്വിഡിറ്റി ലെവൽസും കൂടെ നോക്കാം. ഓക്കെ അല്ലേ, ഇന്നത്തെ ദിവസത്തേക്ക് നോക്കാൻ സാധ്യതയുള്ള ലിക്വിഡിറ്റി ഏരിയകൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈ തന്നെ ഒരു സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ലോയിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹൈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. നെക്സ്റ്റ് സെല്ലിലേക്കുള്ളൊരു ലിക്വിഡിറ്റി ആയിട്ട് ഇത് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ബൈയിലേക്ക് ചെറിയൊരു ട്രേഡ് നോക്കാനായിട്ട് പറ്റിയ ഒരു ലിക്വിഡിറ്റി ഇതാണ്. ഓക്കെ അല്ലേ, ഇതിന് ശേഷം ഒരു 2-3 ക്യാൻഡിൽസും കൂടി ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോയും ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ, ഇതിലേക്കൊക്കെ വന്നതിന് ശേഷം 30 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും ഇനി ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഓടിച്ച് പോവാം. GBP EURUSDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്താലേ ഇനി സെല്ലിലേക്ക് ചെറിയൊരു സാധ്യത കാണുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ EURJPYൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം ഇനി നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഞാൻ ഈ ഹൈയിൽ മാർക്ക് ചെയ്തൊക്കെ ഉള്ളൂ. ഓക്കെ അല്ലേ, ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി എടുക്കണം, എന്നാലേ സെല്ലിലേക്ക് കുറച്ചും കൂടെ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി എടുക്കണം. പിന്നീട് ഏറ്റവും സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു മേജർ ഹൈ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മാർക്കറ്റ് സെല്ലിലേക്ക് വരാൻ സാധ്യത കൂടുതലുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം.
യൂറോ ജി പിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ മാർക്കറ്റ് അന്ന് നിന്ന് തന്നെയാണ് തട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ഹൈയിൽ പുതിയൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലോയിൽ വേണമെങ്കിൽ ഇതും ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ യൂറോ AUDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇല്ല, മാർക്കറ്റ് വീക്കായിട്ട് തട്ടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് വന്നെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇൻസൈഡ് ബാർ, ഈ ഒരു മദർ ക്യാൻഡിൽ ലിക്വിഡിറ്റി ആയിട്ട് മാർക്കറ്റ് കളക്ട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ദിവസം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോയതാണ്. ഓക്കെ അല്ലേ, ഏകദേശം അടുത്തുവരെ ഉണ്ട്. നമുക്ക് 30 മിനിറ്റിലും നോക്കാം. അത്രത്തോളം സാധ്യത ഇല്ല കേട്ടോ. ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് കളക്ട് ചെയ്ത് പോയത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കാൻ പറ്റിയൊരു ഭാഗമൊന്നുമല്ല. ഇനിയിപ്പോൾ അടുത്ത കുറച്ചും കൂടെ നല്ലൊരു സാധ്യതയുള്ളൊരു ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ മേജർ ലോ ആട്ടോ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേണമെങ്കിൽ ഈ ഒരു ഹൈയും ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈ അതുപോലെ തന്നെ മേജർ ഹൈ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. യൂറോ കാർഡിൻ്റെ ഒന്നും നോക്കണ്ട. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ GBP/USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇന്നത്തെ ദിവസം നോക്കാൻ പറ്റിയ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ലോ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് പിന്നീട് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ഈ ഒരു ഹൈ എടുക്കുക കേട്ടോ. ഇത് രണ്ടും കുറച്ചും കൂടെ സാധ്യതയുള്ളൂ. JPYൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഹൈ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ അല്ലേ. ഈ ഒരു ഹൈയും ഈ ഒരു ലോയൊക്കെ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ മേജർ ലോ ഇതാണ് വരുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മേജർ ഹൈയും കുറച്ചും കൂടെ സാധ്യത, കുറച്ചും കൂടെ RR കൂടുതലെടുക്കാനായിട്ട് പറ്റും. അതിനകത്തേക്ക് വരുവാണെങ്കിൽ GBP കാർഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് സെല്ലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ലോ എടുക്കുക കേട്ടോ. 30 മിനിറ്റിൽ ഇവിടെ ഒരു ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തു, അതേപോലെ തന്നെ സെല്ല് വന്നു. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടില്ല. ഇതിന് ശേഷം മാർക്കറ്റ് ഇതിൻ്റെ ഹൈയിലേക്ക് ഒന്നും കൂടെ വന്നതിന് ശേഷം ഈ ഒരു വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ ഉണ്ടല്ലോ, ഇതിൽ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് അതേപോലെ തന്നെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനിൽ തന്നെ അടുത്തൊരു എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് തന്നെ അടുത്തൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ GBP/AUDൻ്റെ കാര്യത്തിലേക്ക് ഇന്നത്തെ ദിവസത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും ലിക്വിഡിറ്റി ആയിട്ട് വരുന്നതെന്ന് നോക്കി. ഫസ്റ്റ് നമുക്ക് ഏറ്റവും നല്ല സാധ്യതയുള്ള ഒരു ലിക്വിഡിറ്റി ആയിട്ട് ഈ മേജർ ലോ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കണമെങ്കിൽ ഏതാണ് വരുന്നത്, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്. സെല്ലിലേക്ക് പിന്നെ നോക്കണമെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റിക്ക് എടുക്കണം കേട്ടോ. ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി എടുത്താലേ സാധ്യത കൂടുതലുള്ളൂ. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ബാക്കിയുള്ള കറൻസി പേരുകളോടൊന്ന് ഓടിച്ച് നോക്കാം. AUD/USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അത്രത്തോളം നല്ല ലിക്വിഡിറ്റി ഏരിയകളില്ല. പിന്നെ മുകളിലാണ് വരുന്നത്. ഈ ഹൈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഈ മേജർ ഹൈയും എടുക്കുക കേട്ടോ. ഇതിനേക്കാളും കുറച്ചും കൂടെ സാധ്യത കൂടുതലെന്ന് പറയുന്നത് ഈ ഒരു ഹൈ എടുക്കുകയാണെങ്കിലാണ്. ഓക്കെ അല്ലേ. നല്ലൊരു റീട്രേസ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഓവറോൾ ട്രെൻഡും ബൈയിലേക്കാണ്. ഇനി അതുപോലെ തന്നെ AUD/JPYൻ്റെ കാര്യത്തിലേക്കില്ല. AUD കാർഡിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു ഹൈനെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും. കറക്റ്റായിട്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഈ ഹൈന്ന് നമുക്കൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും. അതുപോലെ NST/USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇന്നലെ ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പോയേക്കുന്നത്. ഓക്കെ അല്ലേ. ഇന്നലെ ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി എടുത്താണ് പോയത്. അതിനുശേഷം എന്താണ് നമുക്കിനി അടുത്തൊരു ട്രേഡ് നോക്കണമെങ്കിൽ ഓക്കെ അല്ലേ. ഹൈയിൽ ലിക്വിഡിറ്റി നല്ല ട്രേഡ് ഇവിടെ നിന്നുണ്ടായിരുന്നു. ഇതിന് ശേഷം കുറച്ചും കൂടെ സാധ്യത എന്ന് പറയുന്നത് ഓക്കെ അല്ലേ, ഒന്ന് മാർക്ക് ചെയ്യാം. കുറച്ചും കൂടെ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ഉണ്ടല്ലോ, ഇതിൻ്റെ ഹൈയിലോട്ട് വന്നതിന് ശേഷം എന്താണ് ഇവിടുന്ന് കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടുന്ന് പ്രൈസ് മുകളിലോട്ട് വരുവാണെങ്കിൽ ഇത് നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ആയിട്ടും വരും. അതേപോലെ തന്നെ ഇതും നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഹൈതും സെല്ലും നോക്കാം. പിന്നീട് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം കറക്റ്റ് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ചെറിയ ബൈകളും നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ. NST കാർഡിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങിയേക്കുന്നത്. ഓക്കെ അല്ലേ. ഇതിനകത്ത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കണമെങ്കിൽ ഏതാണ് വരുന്നത്, നമുക്ക് അടുത്തുള്ളൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. NST/JPYൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഈ ഹൈ ആണ് പുതിയൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ഹൈന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ലോയിൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും വരും. അത് നമുക്ക് നോക്കാം. പിന്നെ ഇതൊരു ചെറിയൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇത് നല്ല കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ USD കാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നലെയും പറഞ്ഞ ലെവൽസ് തന്നെ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ ഒരു ഹൈ അല്ലെങ്കിൽ മേജർ ഹൈ എടുക്കണം. അങ്ങനെയാണ് നമുക്ക് നല്ലൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും. പിന്നീട് ഈ ഒരു ലോയും നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ. GBPൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും ലോയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു വിട്ടുണ്ടെന്ന ലോയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ബൈയിലേക്ക് പോയത്. ഇനിയിപ്പോൾ അടുത്തൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ലോയിൽ ലിക്വിഡിറ്റി നോക്കാം കേട്ടോ. കുറച്ചും കൂടെ സാധ്യത കൂടുതലുണ്ട്. മേജർ ലോ ആയിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കണമെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈയിലോട്ടും വരണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈയിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ സെല്ലും നോക്കാം. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ലോവറിൽ നല്ലൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ. കറക്റ്റായിട്ട് വന്നാൽ ലോയിൽ ലിക്വിഡിറ്റി മൊത്തം കളക്ട് ചെയ്താലും മുകളിൽ തന്നെ ക്ലോസ് ചെയ്ത് കറക്റ്റ് നമുക്ക് അവിടെ തന്നെ എൻട്രി ഏകദേശം കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇത്രയും സാധ്യതയാണ് ഓവറോൾ വരുന്നത് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള കറൻസി പെയറിൽ നോക്കുകയാണെങ്കിൽ അത്രയും ലിക്വിഡിറ്റിയാണ് വരുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗോൾഡിൽ നോക്കാനായിട്ട് പറ്റിയ രണ്ട് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഓവറോൾ സെല്ലിലേക്ക് തന്നെ നമുക്ക് വീണ്ടും നോക്കി പോകാനായിട്ട് പറ്റും. ഒന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെല്ല് നോക്കാം കേട്ടോ. ഈ മേജർ ലോവിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് സെല്ലിലേക്കുള്ള ട്രെൻഡായിട്ട് തന്നെ മാറും. ഇത് പുതിയ BOS ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈ ആയിരിക്കും ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കിട്ടിയ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് സെല്ലിംഗ് സോണോ കണക്ട് ചെയ്തിട്ട് നമുക്ക് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ, അപ്പോൾ ഇത്രയും സാധ്യതയാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.